അധ്യക്ഷൻ ജിത്തു അച്ഛൻ, ജോമലക്ഷൻ, ബഹുമാനപ്പെട്ട തങ്കമ്മ ടീച്ചർ, മതാധ്യാപകരെ, മാതാപിതാക്കളെ, 12 വർഷം മുടങ്ങാതെ സൺഡേ സ്കൂളിൽ വന്ന് പൈസക്കരുടെ അഭിമാനമായി തീർന്ന അക്സ, ലിസ്, ഇന്ന് കുർബാന മധ്യേ ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ നിങ്ങൾക്ക് സന്ദേശം നൽകി. ഇപ്പോൾ ജിന്ദു അച്ഛൻ്റെ സുന്ദരമായ സന്ദേശം നമ്മൾ കേട്ടു. സംശയത്തിന്റെ നിഴലിൽ നിന്നും വിശ്വാസത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് തോമസ് സ്ലീഹ വന്നത് ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. സംശയത്തിന്റെയും ആനുകാലികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ വിശ്വാസം ചാഞ്ചാടുമ്പോൾ തോമസ് സ്ലീഹയെ പോലെ ഉദ്ധിതനായി കർത്താവിനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തൊട്ട് വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസം പകർന്നു തന്ന തോമസ് സ്ലീഹയെ അനുധാവനം ചെയ്യുന്ന നല്ല ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുവാൻ, ജീവിത സാക്ഷ്യം നൽകുവാൻ നമുക്ക് കഴിയുകയുള്ളൂവെന്ന് നമുക്കറിയാം. തോമസ് എന്ന വാക്ക് ഒത്തിരി ക്രിസ്ത്യാനികൾക്കുണ്ട്. തോമസിനെ നമ്മൾ ആദ്യം കാണുന്നത് ബൈബിളിലാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവൻ ബലി കഴിച്ചവൻ, ജീവൻ ജീവിതമാക്കിയവൻ. നമ്മുടെ സമൂഹത്തിൽ ഈ ശ്രേഷ്ഠമായ നാമം സ്വീകരിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. തോമസ്മാര് നല്ല വിശ്വാസ ജീവിതം നയിക്കുന്നവരുണ്ട്, വിശ്വാസത്തിൽ നിന്നും അകന്നു പോയവരുണ്ട്, മദ്യപാനികളായിട്ടുള്ളവരുണ്ട്, സാമൂഹ്യ ദ്രോഹികളായിട്ട് തോമസിന്റെ നാമം പേര് ജീവിക്കുന്നവരുണ്ട്, നല്ലവരും ദുഷ്ടരുമായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. തോമസിന്റെ നാമം പേരിക്കൊണ്ട് ആ പേരിന്റെ അർത്ഥം മറന്നുകൊണ്ട് താന്തോനികളായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് അടിത്തറമാകിയ വിശുദ്ധ തോമസ് സ്ലീഹയോട് നമ്മൾ കാണിക്കുന്ന നന്ദികേടാണ്. പ്രിയപ്പെട്ടവരെ, ദുഃഖാനി എന്ന് പറഞ്ഞ ഈ ഓർമ്മ തിരുനാള് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴവും എത്രമാത്രം ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ വിശ്വാസവും വർദ്ധിപ്പിക്കണമേ എന്ന് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നമ്മൾ ഇന്നത്തെ 1ാം ഗ്രൂപ്പിന്റെ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി.